Secretary Dr. P.V. Lewis, Managing Director, Medical Trust Hospital. Dr. Varun Raj, Medical Oncologist, Medical Trust Hospital. Dr. Thomas Punjaria, Hematologist, Consultant Hematologist, Medical Trust Hospital. നിങ്ങളെല്ലാവരും പിടിച്ചിരിക്കണമെന്ന് വെച്ചാൽ ഞങ്ങളൊരു നാഷണൽ കോൺഫറൻസ് നടത്തുന്നത് കാർട്ടി സെൽ തെറാപ്പി നാഷണൽ കോൺക്ലേവ് ആണ്. ഇതിന്റെ പേര് ക്യൂറ ഇമ്മ്യൂണിസ് എന്നാണ്. ക്യൂറ ഇമ്മ്യൂണിസ്. ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടർ വരുൺ രാജ്, ഡോക്ടർ തോമസ് പുഞ്ചേരി സംസാരിക്കും. ഈ ഒരു നാഷണൽ കോൺഫറൻസിനെ പറ്റി സംസാരിക്കാണ്ട് നമ്മളിന്നോട്ട് കൂടിയിരിക്കുന്നത്. കോൺഫറൻസിന്റെ പേര് ക്യൂറ ഇമ്മ്യൂണിസ് എന്നാണ്. അത് ലാറ്റിൻ നെയിമാണ്. അതായത് ക്യൂർ ബൈ ഇമ്മ്യൂണിറ്റി എന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ തന്നെ ഇമ്മ്യൂണിറ്റി കൊണ്ട് ക്യൂർ ആവുക എന്നുള്ള ലക്ഷ്യമാണ് അതുള്ളത്. അപ്പോൾ ഈ കോൺഫറൻസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കാർട്ടി സെൽ തെറാപ്പി എന്ന് പറഞ്ഞ ഏറ്റവും, അതായത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഓങ്കോളജി അല്ലെങ്കിൽ ക്യാൻസർ ചികിത്സയിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ കുതിച്ചുചാട്ടമാണ് കാർട്ടി സെൽ തെറാപ്പി. അതിന്റെ ഒരു നാഷണൽ കോൺഫറൻസ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ എക്സ്പേർട്സും അതിന് വരുന്നുണ്ട്. ഇന്ത്യയിലെ മെയിൻ ഹോസ്പിറ്റൽസ്, അതായത് വെല്ലൂര്, ചാച്ച, അതുപോലെ അടയാർ ക്യാൻസർ സെന്റർ, അതുപോലുള്ള എല്ലായിടത്തും എക്സ്പേർട്സ് വരുന്ന ഒരു പ്യൂർലി അക്കാഡമിക് മീറ്റിംഗ് ആണ്. അപ്പം അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു, അതായത് കാർട്ടി സെൽ തെറാപ്പിയിലെ ഇന്റർനാഷണലി ആയിട്ടുള്ള ഏറ്റവും റിനോൺഡ് ആയിട്ടുള്ള എക്സ്പേർട്ട് ഉണ്ട്, ഡോക്ടർ സത്വ നിലാപൂർ. അദ്ദേഹമാണ് ആക്ച്വലി USA MD ആൻഡേഴ്സൺ ക്യാൻസർ സെന്ററിലെ ഓങ്കോളജിസ്റ്റ് ആണ്. അദ്ദേഹം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം എത്തുക. ഈസ് എൻ ഇന്ത്യൻ, പക്ഷെ ഈ സെറ്റിൽഡ് ഇൻ അമേരിക്ക. അപ്പം ഇതാണ് നമ്മുടെ മീറ്റിംഗിന്റെ ഒരു ആക്ച്വലി ഡീറ്റെയിൽസ്. അതോടൊപ്പം തന്നെ നമ്മുടെ മെഡിക്കൽ ഹോസ്പിറ്റലിന്റെ പുതിയ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ് ആൻഡ് കാർട്ടി സെൽ തെറാപ്പി യൂണിറ്റിന്റെ ഒരു ഇനാഗുറേഷൻ കൂടെ ഉണ്ട്. അത് ചെയ്യുന്നത് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ കോർട്ടിന്റെ MD ദിവ്യസ് അയ്യർ ആയിരിക്കും. ഈ മീറ്റിങ്ങിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. കാരണം കാർട്ടി സെൽ തെറാപ്പി എന്താണെന്നുള്ള, കാരണം ഈ പേര് കേൾക്കുമ്പോൾ ആർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല. കാർട്ടി സെൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഈവൻ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് പോലും മനസ്സിലാകണമെന്നില്ല. അത് ഞാൻ പറഞ്ഞ പോലെ അതായത് ക്യാൻസർ ചികിത്സയിലെ കഴിഞ്ഞ 10 വർഷത്തിലുണ്ടായ ഏറ്റവും വലിയൊരു കുതിച്ചുചാട്ടമാണത്. കാരണം അതിന്റെ കുറച്ച് പ്രത്യേകതകൾ ഞാൻ പറയാം. ഒന്ന്, നമ്മുടെ തന്നെ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ തന്നെ ബോഡിയിലെ, അതായത് ബ്ലഡിൽ നിന്നാണ് ഇതിലുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. പേഷ്യന്റിന്റെ തന്നെ ബോഡിയിലെ ബ്ലഡിൽ നിന്നാണ് ട്രീറ്റ്മെന്റിനുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറ്റ് ആക്ട് ആസ് എ ലിവിങ് ഡ്രഗ്. നമ്മുടെ ചികിത്സ കഴിഞ്ഞിട്ട് ഈ മെഡിസിൻ ഒരു ലിവിങ് ഡ്രഗ് ആയിട്ട് പേഷ്യന്റിന്റെ ശരീരത്തിൽ നിന്ന് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ എഫക്റ്റ് കണ്ടിന്യൂ, അതായത് ഈ സെൽസ് പോയിട്ട് ക്യാൻസർ കോശങ്ങളെ പോയി കണ്ടുപിടിച്ച് അതിനെ നശിപ്പിക്കുന്ന ഒരു രീതിയാണ്. അതുകൊണ്ടാണ് അതിനെ ലിവിങ് ഡ്രഗ് എന്ന് വിളിക്കുന്നത്. അപ്പം അതുപോലെ ഒരു ചികിത്സ ലോകത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അത് ഒരു 10 വർഷത്തോളമായിട്ട് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ആ ചികിത്സയുണ്ട്. നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും ജീൻ തെറാപ്പി എന്നൊക്കെ പറഞ്ഞ, ശരിക്കും 14 കോടി വേണ്ടി വരും. എല്ലാവരും കൂടെ നമ്മള് ആക്ച്വലി എല്ലാവരും ഫണ്ട് എടുത്ത്, ക്രൗഡ് ഫണ്ടിങ് എടുത്ത് അല്ലെ കുട്ടികളെയൊക്കെ ചികിത്സിച്ചെന്നൊക്കെ നമുക്ക് ന്യൂസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ. അപ്പം അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചികിത്സയാണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ജീൻ തെറാപ്പി അല്ലെങ്കിൽ സെൽ തെറാപ്പി എന്ന് പറയുന്ന ചികിത്സയാണ് കാർട്ടി സെൽ തെറാപ്പി. അപ്പം അതൊരു 10 വർഷത്തോളമായിട്ട് അമേരിക്ക പോലുള്ള വെസ്റ്റേൺ രാജ്യങ്ങളിലുണ്ട്. പക്ഷെ അത് അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 4 കോടി രൂപയോളം, ഇന്ത്യയിലുള്ള രോഗികൾക്ക് അത് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ ഒരു 4 കോടി രൂപയോളം ആ ചികിത്സയ്ക്ക് മാത്രമാവും. അങ്ങനെയാണ് ഇന്ത്യൻ കാർട്ടി സെൽ തെറാപ്പി കഴിഞ്ഞ വർഷം അപ്രൂവ് ആവുന്നത്. ഇന്ത്യൻ കാർട്ടി സെൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ പ്യൂർലി ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരു കാർട്ടി സെൽ തെറാപ്പി പ്രോഡക്റ്റ് ആണ്. അത് കഴിഞ്ഞ വർഷം, കഴിഞ്ഞ ഏപ്രിൽ, എക്സാക്ട്ലി 1 വർഷം മുമ്പ് നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ദ്രൗപദി മുർമു ആണ് അത് ആക്ച്വലി ലോഞ്ച് ചെയ്തത്. അത് ഡെവലപ്പ് ചെയ്തത് നമ്മുടെ IIT മുംബൈ, ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ഇവരൊക്കെ ചേർന്നിട്ടാണ് അത് ഇന്ത്യൻ കാർട്ടി സെൽ തെറാപ്പി ഡെവലപ്പ് ചെയ്തത്. അപ്പൊ നമ്മള് ആക്ച്വലി ISROയുടെ ഒക്കെ ഒരു സ്പേസ് റിസർച്ച് ഒക്കെ ആഘോഷിക്കുന്ന പോലെ തന്നെ ആഘോഷിക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം അറ്റ് പാർ വിത്ത് ദ വെസ്റ്റേൺ പ്രോഡക്ട്സിനോട് കിടപിടിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഇന്ത്യൻ കാർട്ടി സെൽ തെറാപ്പി കഴിഞ്ഞ വർഷമാണ് ലോഞ്ച് ചെയ്തത്. അപ്പം അതിന്റെ കോസ്റ്റ് വെസ്റ്റേണിൽ ഉള്ളതിനേക്കാൾ 10 മാത്രമേ ഉള്ളൂ. അതായത് ഒരു 40 lakhs ആയിരിക്കും ഇന്ത്യൻ കാർട്ടി സെൽ തെറാപ്പിക്ക് ശരിക്കും ചെലവാകുക.
നമ്മൾ 40 lakhs കേൾക്കുമ്പോൾ ഒരു വലിയ എമൗണ്ട് ആയിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നാം. പക്ഷെ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ക്യാൻസറിനുള്ള എല്ലാ ക്യാൻസറിനുള്ള പ്രതിവിധി എന്നുള്ളതല്ല ഇത് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ക്യാൻസർ വരുന്ന എല്ലാവർക്കും ഈ ചികിത്സ കൊടുക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അതായത് നിലവിൽ ഉള്ള നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ചികിത്സകളുണ്ട് ക്യാൻസറിന്. അതൊന്നും വർക്ക് ചെയ്യാത്ത പേഷ്യൻസിന് അല്ലെങ്കിൽ കീമോതെറാപ്പി പോലുള്ള ചികിത്സകളൊന്നും വർക്ക് ചെയ്യാത്ത രോഗികളിൽ അല്ലെങ്കിൽ കീമോതെറാപ്പി എടുത്തിട്ട് അസുഖം തിരിച്ചു വന്ന രോഗികളിൽ നമുക്ക് സാധാരണ യൂഷ്വലി അവർക്കൊരു പാലിയേറ്റീവ് കെയർ മാത്രം അല്ലെങ്കിൽ സാന്ത്വന ചികിത്സ മാത്രമേ ഉള്ളൂ എന്ന് പറയുക ചെയ്യാം. പക്ഷെ അങ്ങനെയുള്ള രോഗികൾക്കാണ് ഇത് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത്. മെയിൻലി ബ്ലഡ് ക്യാൻസേഴ്സ്, ലുക്കീമിയ, ലിംഫോമ, മൈലോമയ്ക്കാണ് ഇപ്പം അപ്രൂവ്ഡ് ആയിട്ടുള്ളത്. അതായത് ഒരു ഹോപ്പും ഇല്ലാതിരുന്ന ഒരു 20% പേഷ്യൻസ് ഉണ്ട് ക്യാൻസർ ചികിത്സ വർക്ക് ചെയ്യാത്ത ആൾക്കാർ. അപ്പൊ അവരിൽ അസുഖം മാറി വീണ്ടും ലൈഫിലോട്ട് തിരിച്ചു വരാനുള്ള ഒരു ചാൻസ് ആണ് ഈ കാർട്ടിസൽ തെറാപ്പി എന്നുള്ളത്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ആ ഒരു പേഷ്യന്റിനെ ഒരു ഫാമിലിയെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ എമൗണ്ട് ആണോ എന്നുള്ളത് നമുക്ക് ഡിബേറ്റബിൾ ആണ്. പക്ഷെ എന്താണ് ഫ്യൂച്ചറിൽ ഇതിന്റെയൊക്കെ ചെലവ് കുറഞ്ഞു വരും. കാരണം എപ്പോഴും ഒരു ചികിത്സ ആദ്യം വരുമ്പോൾ അതിന്റെ ചെലവ് കൂടുതലായിരിക്കും. പക്ഷെ ഫ്യൂച്ചറിൽ ഇത് കുറഞ്ഞു വരും. അപ്പം ഇന്ത്യയിലെ വളരെ കുറച്ച് സെന്റേഴ്സ് മാത്രമേ കാർട്ടിസൽ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ കേരളത്തിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്ത സെന്ററുകളിൽ ഒന്ന് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലാണ്. നമ്മുടെ പേഷ്യന്റ് നമ്മുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഇപ്പൊ സക്സസ്ഫുൾ ആയിട്ട് അസുഖം മാറി വീണ്ടും ലൈഫിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ അതാണ് നമ്മൾ ഈ മീറ്റിങ്ങും അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു കോൺഫറൻസ് നടത്താനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്. സാറ് പറഞ്ഞ പോലെ മറ്റ് കീമോതെറാപ്പി കൊടുത്തിട്ട് പ്രതികരിക്കാത്ത ആളുകളോ അല്ലെങ്കിൽ ക്യാൻസർ വീണ്ടും വന്നവരോ ആണെങ്കിൽ നമ്മൾ അവരെ അത് കണ്ടുപിടിച്ച് അവർക്ക് കാർട്ടിസലിന് അനുയോജ്യമായ അതായത് അതിനുള്ള ആരോഗ്യസ്ഥിതി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ 3 ഫേസ് ആയിട്ടായിരിക്കും. ആദ്യം അവരുടെ ആ ഒരു ഉള്ള അസുഖത്തെ ഒന്ന് ഡീബൾക്ക് ചെയ്യണം, അഥവാ ഇത് കുറച്ചുകൊണ്ട് വരണം. അതിനായിട്ട് ഒരു ഇനിഷ്യൽ ഒരു ഫേസ് ഓഫ് കീമോതെറാപ്പി അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജിംഗ് തെറാപ്പി എന്ന ഒരു ഫേസ് ഉണ്ടാവും. which will be ആ ഒരു ടൈം ഫ്രെയിം അറൌണ്ട് 1 month ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പേഷ്യന്റിന് ഈ കാർട്ടിയുടെ തെറാപ്പിയിലേക്ക് പോകും. അതിൽ ഇനിഷ്യലി നമ്മൾ ഒരു 3 days കീമോതെറാപ്പി, പിന്നീട് ആ പേഷ്യന്റിന്റെ ബോഡിയിൽ നിന്നുമുള്ള ഈ കാർട്ടിസൽ ഇൻഫ്യൂഷൻ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു റിക്കവറി ഫേസ്, ആ ഒരു ടൈം ഫ്രെയിം വിൽ ബി അറൌണ്ട് ഒരു 2 to 2.5 months. ഇതിനകത്ത് പ്രോഡക്റ്റിന് വരുന്നതെന്ന് പറഞ്ഞാൽ ഉള്ളത് ആ കമ്പനിയുടെ മെയിൻ ആയിട്ട് ആ കമ്പനിക്കാർക്ക് നമ്മുടെ ബോഡിയിൽ നിന്നുമാണ് ഇത് എടുക്കുന്നത്. ഇതൊരു ഡ്രഗ് അല്ല, നമ്മളുടെ പേഷ്യന്റിന്റെ ലിംഫോസൈറ്റിനെ അപ്പരസിസ് എന്ന പ്രക്രിയയിലൂടെ നമ്മൾ പുറത്തേക്ക് എടുക്കും. അതാണ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്. ആ പ്രോഡക്റ്റ് ഇത് കമ്പനിയുടെ റിസർച്ച് ലാബിലേക്ക് ചെന്നിട്ട് ആ ടി ലിംഫോസൈറ്റ്, നമ്മുടെ രോഗിയുടെ തന്നെ ടി ലിംഫോസൈറ്റിനെ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാനുള്ള പരുവത്തിലേക്ക് മോഡിഫൈ ചെയ്ത് അത് കമ്പനിയുടെ എഞ്ചിനീയറിംഗ് ലാബ്, ജനറ്റിക് എഞ്ചിനീയറിംഗ് ലാബിലാണ് നടക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതേ ടി സെല്ലിനെ അത് കളക്ട് ചെയ്ത് അതിന്റെ ക്വാളിറ്റി പ്രോസസ് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു വൈറൽ വെക്ടർ വഴി ക്യാൻസർ സെല്ലുകളെ റെക്കഗ്നൈസ് ചെയ്യുന്ന ആന്റിജൻ ആ ടി ലിംഫോസൈറ്റിലേക്ക് ആഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ ടി ലിംഫോസൈറ്റിനെ പിന്നീട് കുറച്ച് ഒരു പോസ്റ്റിമുലേറ്ററി ഡൊമൈൻ അങ്ങനെ ഒരു മറ്റൊരു ഘടകം കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് അതിനെ ഒരു റെഡി ആക്കിയിട്ട് അത് തിരിച്ച് നമ്മുടെ ഇങ്ങോട്ടേക്ക് അതേ ആ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിന്ന് ആ സ്പെഷ്യൽ പ്രിക്കോഷനിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് തിരിച്ചെത്തുകയും പിന്നീട് അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ രോഗിക്ക് അത് ഇൻഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ ഒരു മാനുഫാക്ചറിംഗ് കോസ്റ്റ് വരുന്നത്. അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും 40 lakhs വരുന്നത്. ഓവർ എ പീരീഡ് ഓഫ് ടൈം നമുക്കത് ഇനിയും കുറച്ചുകൊണ്ട് വരാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിലെ ടി കോശങ്ങളുണ്ട്, ടി ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെയൊക്കെ ഇമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്യുന്ന കോശങ്ങളാണ്. അത് നമ്മൾ ആദ്യം പേഷ്യന്റിൽ നിന്ന് നമ്മളൊരു മെഷീനോടെ അത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുക. സാധാരണ ബ്ലഡ് ഒക്കെ നമുക്ക് യൂഷ്വലി ഡൊണേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ആ ടി കോശങ്ങൾ മാത്രം നമ്മൾ ഈ പറഞ്ഞ റിസർച്ച് ലാബിലോട്ടായി. കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ട കോശങ്ങളാണ് ടി ലിംഫോസൈറ്റ്സ്. ആ കോശങ്ങളെ നമ്മൾ ശരിക്കും നമ്മൾ ചെയ്തത് ജനിതക വ്യതിയാനം വരുത്തുക ചെയ്യുന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് ഇതിനെ ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. നമ്മുടെ തന്നെ കോശങ്ങളെ നമുക്ക് ഏത് ക്യാൻസറിനെയാണോ അറ്റാക്ക് ചെയ്യേണ്ടത് ആ രീതിയിലാക്കി മാറ്റിയെടുക്കുകയാണ്. അപ്പൊ അതാണ് ഇതിനകത്ത് സയൻസിന്റെ ബ്യൂട്ടി. അതാണ് അങ്ങനെ മാറ്റിയെടുത്ത കോശങ്ങൾക്കാണ് കാർ ടി സെൽസ് എന്ന് പറയുന്നത്, കൈമറിക് ആന്റിജൻ റിസപ്റ്റർ ടി സെൽസ്. ഈ കോശങ്ങളെ വീണ്ടും നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും.
കാരണം നമ്മൾക്ക് ഇതിന് 1000 ലക്ഷം അല്ലെങ്കിൽ മില്യൺസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു പ്രോഡക്റ്റ് ആക്കി തരുക ചെയ്യുന്നത്. ഇറ്റ്സ് ലൈക്ക് എ ബ്ലഡ് പ്രോഡക്റ്റ് പോലെ തന്നെ ഇരിക്കും കണ്ടാൽ. അത് വീണ്ടും പേഷ്യൻറ്റിനോട്ട് നമ്മൾ ഇൻഫ്യൂസ് ചെയ്യുക ചെയ്യുന്നത്. നമുക്ക് യൂഷ്വലി ബ്ലഡൊക്കെ ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇൻഫ്യൂസ് ചെയ്യുക ചെയ്യുക. എന്നിട്ട് ഈ കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ആ പേഷ്യൻ്റെ ശരീരത്താണ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ആ ശരീരത്തിൽ ക്യാൻസർ കോശമുള്ള ഭാഗത്ത് മാത്രം പോയി ഇതിനെ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആക്ഷൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കേൾക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതൊക്കെ നമ്മുടെ റിസർച്ചിൻ്റെ വളരെ അധികം അഡ്വാൻസ്മെൻ്റ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ കൺട്രിയിൽ ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തു എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അറ്റ് പാർ വിത്ത് വെസ്റ്റേൺ പ്രോഡക്ട്സ്. അപ്പം നമ്മളും ആഘോഷിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അഭിമാനിക്കേണ്ട ഒരു കാര്യമാണ് അത്. കോസ്റ്റ് ഡെഫിനറ്റ്ലി ഇൻ ദ ഫ്യൂച്ചർ ഇറ്റ് വിൽ കം ഡൗൺ. ഇത് പ്രോസസ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണോ അതല്ലേ പുറത്ത് വരികയോ? ഇപ്പം നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിപ്പം അത് പുറത്തുനിന്ന് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടേ ചെയ്യാം. പക്ഷെ അത് നമ്മുടെ ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഫ്ലൈറ്റിൽ നമുക്ക് ഇപ്പൊ നമുക്ക് സ്പെയിനിലോ അല്ലെങ്കിൽ ആക്ച്വലി അമേരിക്കയിലോ വിട്ടിട്ട് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യിക്കാം. പക്ഷെ അതിന് ഈ കോസ്റ്റ് 4 crores കൂടുതലാവും. ഇന്ത്യൻ കാർട്ടീസിൽ ഇപ്പൊ അപ്രൂവ് ആയിട്ടുള്ള 2 പ്രോഡക്ട്സ് ആവുള്ളത്. ഒന്ന് മുംബൈയിലെ റിസർച്ച് ലാബ്, IIT മുംബൈ ടാറ്റ ഹോസ്പിറ്റലിൽ ഡെവലപ്പ് ചെയ്ത റിസർച്ച് ലാബിലാണ് ഇന്ത്യൻ കാർട്ടീസലിന്റെ ഒരെണ്ണം ഉള്ളത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ പേഷ്യന്റിന്റെ ഈ ബ്ലഡ് എടുത്തിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ അങ്ങോട്ട് അയക്കുകയോ ചെയ്യാം. എന്നിട്ട് അവിടുന്ന് ഇത് കാർട്ടീസൽ പ്രോഡക്റ്റ് ആക്കി നമുക്ക് തിരിച്ചു വരാൻ വേണ്ടി ഏകദേശം 3 ആഴ്ച വരെ സമയം എടുക്കും. എന്നിട്ടാണ് നമ്മൾ വീണ്ടും പേഷ്യന്റ് ഇൻഫ്യൂസ് ചെയ്യുന്നത്. ഏകദേശം അതുപോലെയല്ല, കാരണം അത്രയും സൈഡ് എഫക്റ്റുകൾ ഇതിനില്ല. ഈവൻ ബോൺമാരോ ചെയ്തിട്ട് അത് ഭരിക്കാത്തവരിലും ഇത് എഫക്റ്റീവ് ആകാം. ഇതിന് അത്രയും സൈഡ് എഫക്റ്റ് ഇല്ല. കാരണം ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷനിൽ നമ്മൾ ഹൈ ഡോസ് കീമോതെറാപ്പി ഉപയോഗിച്ചിട്ടാണ് ചികിത്സിക്കുക. അപ്പം അതിൻ്റെതായ സൈഡ് എഫക്റ്റുകളും ഒക്കെ വരാം. കാരണം പ്രായമുള്ള ആൾക്കാർക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് പ്രായമുള്ള ആൾക്കാർക്ക് സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇല്ലാതെ ആവുന്ന ചില ക്യാൻസേഴ്സുകളിൽ അതിന്റെ റോള് കുറഞ്ഞു വരും. കാരണം ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷൻ ഇത്രയും ചെലവ് വരുന്നുണ്ട്, അതിന്റെ സൈഡ് എഫക്ട് ഇത്രയാണ്, എല്ലാ ആരോഗ്യസ്ഥിതി ഉള്ളവർക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ യൂസ് ചില ക്യാൻസറുകളിൽ കുറയ്ക്കാൻ പറ്റും. എന്നിട്ട് അതിന് പകരം കാർട്ടിസൽ തെറാപ്പി അവർക്ക് ചെയ്യാൻ പറ്റും. എല്ലാ ക്യാൻസറുകളിലും അല്ല. നമ്മുടെ ആദ്യത്തെ പേഷ്യന്റ് കഴിഞ്ഞു. നമ്മുടെ ആദ്യത്തെ പേഷ്യന്റ് 66 വയസ്സുള്ള ഒരു പേഷ്യന്റ് ആയിരുന്നു. അതായത് ലിംഫോമ എന്ന് പറഞ്ഞ അസുഖമായിരുന്നു. അവർക്ക് അസുഖം മോശമായിട്ട്, അതായത് നിലവിലുള്ള ചികിത്സയോടൊന്നും പ്രതികരിക്കാതെ അസുഖം മോശമായ ഒരു പേഷ്യന്റ് ആയിരുന്നു. അവർ ബെഡ് റിഡൻ ആയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. നമ്മൾ ഡിസംബറിലാണ് ചികിത്സ ചെയ്തത്. സോ ജനുവരിയിലെ സ്കാനിനകത്ത് അസുഖം പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. ഇപ്പോൾ അവരെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി ആ പേഷ്യന്റ്. നമുക്ക് 100% എന്ന് പറയുന്നത് ശരിയല്ല. അത് പക്ഷേ അത് ആക്ച്വലി റോങ് ഇൻഫർമേഷൻ ആണ്. അങ്ങനെയല്ല, അത് ഞാൻ കറക്റ്റ് ചെയ്യാം. നമുക്ക് ശരിക്കും ലുക്കീമിയയിലൊക്കെ ഒരു 80% വരെ നമുക്ക് നിലവിലുള്ള ചികിത്സ ഫലിക്കാത്തവരെ 80% വരെ ബാക്കിയായി. ലിംഫോമയിലേക്ക് ഒരു 60% വരെ നമുക്ക് അസുഖം മാറാനുള്ള സാധ്യതയുണ്ട്. ടാറ്റ മുംബൈയിലെ ഡോക്ടർ ഹർഷൻ സിംഗിന്റെ ആർട്ടിക്കിൾ പബ്ലിഷ് ആയത് ലാൻസെറ്റ് ജേണലിലാണ്. ഒരു മാസം മുമ്പാണ് പബ്ലിഷ് ആയത്. അവര് ലിംഫോമയും ലുക്കീമിയയും സെപ്പറേറ്റ് ചെയ്ത് തന്നിട്ടില്ല. അതൊരു phase 1 phase 2 ട്രയൽ ഡേറ്റ അവർ റിലീസ് ചെയ്തു. ലാൻസെറ്റ് ജേണലിലാണ് പബ്ലിഷ് ചെയ്തത്. അവരുടെ ഓവറോൾ റെസ്പോൺസ് റേറ്റ് വാസ് 73%. പക്ഷെ വരുൺ സാർ പറഞ്ഞ പോലെ ഇത് 6 പ്രൊഡക്റ്റുകളാണ് ഇനിഷ്യലി അപ്രൂവ് ആയത്. ഒരു ആവറേജിൽ നമുക്ക് ലുക്കീമിയയിൽ ഒരു 80% ആണ് കാണുന്നത്. ഓരോ പ്രോഡക്റ്റിനും ഓരോരോ ഡേറ്റയാണ്. ഇന്ത്യൻ പ്രോഡക്റ്റിന്റെ ഡേറ്റ റെഫറൻസ് ലാൻസെറ്റ് ജേണലിൽ പബ്ലിഷ് ചെയ്ത ഹഷ്മുഖ് ജെയിൻ സാറിന്റെ പേപ്പറാണ്. 73% ആണ് അവരുടെ റിസൾട്ട് തന്നിരിക്കുന്നത്. ഡയറക്റ്റ് കമ്പയർ ചെയ്യാൻ മാർഗങ്ങളില്ല. പക്ഷെ ഇതുവരെയുള്ള പഠനങ്ങൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ അറ്റ് പാറാണ്. അതായത് അവർക്ക് കിട്ടുന്ന അതേ റെസ്പോൺസ് തന്നെ. പക്ഷേ സൈഡ് എഫക്ട് കമ്പാരിറ്റീവ്ലി ഇന്ത്യൻ പ്രോഡക്റ്റിൽ കുറവാണ്. കാരണം അവിടുത്തെ പ്രോഡക്ട്സ് ഒക്കെ അപ്രൂവ് ആയത് ഒരു 2017 ആ സമയത്താണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രോഡക്റ്റ് പിന്നെയും കുറെ മോഡിഫിക്കേഷൻ വന്നുകൊണ്ട് ഇന്ത്യൻ പ്രോഡക്റ്റിന് സൈഡ് എഫക്ട് കുറവാണ് കമ്പയർഡ് ടു ഔട്ട്സൈഡ് ഇന്ത്യ. പക്ഷെ റെസ്പോൺസ് റേറ്റ് അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റ് ഈക്വൽ ആണ്.
അപ്പൊ അതാണ് നമ്മുടെയൊക്കെ ഉള്ള ഒരു പ്രതീക്ഷ, ഒരു അഭിമാനം. അതായത് അതിന്റെ 10-1 കോസ്റ്റ് കൊണ്ട് ഈക്വൽ റിസൾട്ട് കിട്ടുന്ന സൈഡ് എഫക്റ്റ് കുറവാണ്. നമുക്ക് സൈഡ് എഫക്റ്റ് കുറവാന്ന് പറയുമ്പോൾ പലർക്കും സംശയം ഉണ്ടാവും, അപ്പം എഫക്റ്റും കുറവാണെന്നാണ്. അങ്ങനെയല്ല, എഫക്റ്റ് ഈസ് ഈക്വൽ. ഒഫീഷ്യലായിട്ട് ഇത് ബ്ലസ് ചെയ്ത്, പക്ഷേ ഇതിന്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ ആദ്യമായിട്ട് അനൗൺസ് ചെയ്യുന്നതാണ് ഈ 17-ാം തീയതി, ഏപ്രിൽ 17-ാം തീയതി 5 മണിക്ക് ഗവർണർ ഓഫ് കേരള ഒന്ന് ഇനോഗ്രേറ്റ് ചെയ്യാൻ അതിന്റെ ലെറ്റർ കിട്ടിയ. അപ്പൊ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യണം. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.